Now we shall learn about the motion of a charged particle in a magnetic field. We have seen that the force experienced by a charge Q moving with velocity v in a magnetic field of strength B is given by the Lorentz force F is equal to Q into V cross B, or this is equal to QVB sin theta. So depending on the value of theta, we can learn about three different cases. In case 1, let theta be equal to 0. That is, the charged particle enters parallel to the magnetic field. തീറ്റ എന്ന് പറയുന്നത് വിയും ബിയും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ചാർജ്ഡ് ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെങ്കിൽ എലോങ് ദ ഡയറക്ഷൻ ഓഫ് ബി അല്ലെങ്കിൽ പാരലൽ ടു ബി ആണ് വി എങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ? QVB sin 0 അല്ലേ, sin 0 0. therefore the force, മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കാരണം യാതൊരു ഫോഴ്സും പാർട്ടിക്കിളിൽ ഉണ്ടാവുന്നില്ല. പാർട്ടിക്കിൾ എങ്ങനെയായിരുന്നോ മൂവ് ചെയ്യുന്നത് ആ മോഷൻ അത് കണ്ടിന്യൂ ചെയ്യുന്നു. ദ പാർട്ടിക്കിൾ എക്സ്പീരിയൻസസ് നോ ഫോഴ്സ് ആൻഡ് ഇറ്റ് മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ദ സെയിം വെലോസിറ്റി വിത്തൗട്ട് എനി ഡീവിയേഷൻ ഫ്രം ഇറ്റ്സ് പാത്ത്. അത് നേരത്തെ പോയിരുന്ന അതേ പാത്തിൽ ഒരു ഡീവിയേഷനും ഇല്ലാതെ അതേ വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്യുന്നു. കാരണം അതിൽ ഫോഴ്സ് ഒന്നും വരുന്നില്ല. മാഗ്നറ്റിക് ഫോഴ്സ് ഈക്വൽ ടു 0. നെക്സ്റ്റ് വി ഷാൽ സ്റ്റഡി ദ കേസ് വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ തീറ്റ 90 ഡിഗ്രി പറയുമ്പോൾ ഫോഴ്സ് എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു QVB sin 90. sin 90 is equal to 1 അല്ലേ. അപ്പോൾ QVB മാക്സിമം ഫോഴ്സ് ഈ പാർട്ടിക്കിളിൽ വരുന്നുണ്ട്. ഇനി ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കാം. നമുക്കറിയാം ഇത് ക്രോസ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ വി ആൻഡ് ബി ഇത് രണ്ടിനും പെർപെൻഡിക്കുലറാണ് ഫോഴ്സ് എഫ്. സോ നമുക്ക് മൂന്നും പെർപെൻഡിക്കുലറായിട്ടാണ് വരിക അല്ലേ. വിയും ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ. അപ്പോൾ നമുക്കിത് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ, ഇതിപ്പോൾ പേപ്പറിൽ 2 ഡയമെൻഷനായിട്ടുള്ള ഒരു സ്ഥലത്ത് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും 2 ക്വാണ്ടിറ്റീസ് ഈ പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യാം, മറ്റൊന്ന് മുകളിലായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഇങ്ങനെയാണ് ഈ പെന്നിൻ്റെ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ, ഉള്ളിലേക്കാണ് പോകുന്നത്. അതേപോലെ പേപ്പറിന് പെർപെൻഡിക്കുലറാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കാം. അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഇൻറ്റു ആണ് മാർക്ക് ചെയ്യുന്നത്. സോ വി ആർ അപ്ലൈയിങ് എ മാഗ്നറ്റിക് ഫീൽഡ് perpendicular to the plane of the paper. So this represents magnetic field. ഇനി പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി സപ്പോസ് ഇറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റി വെക്റ്ററും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഇതിങ്ങനെ വയ്ക്കുമ്പോൾ ഇറ്റ് ഈസ് 90 ഡിഗ്രി. ഇനി ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇതിന് ഇങ്ങനെയായിരിക്കും ഫോഴ്സ് വരുന്നത്. അതേപോലെ ഏത് പോയിൻ്റ് എടുത്താലും, ഇപ്പോൾ ഇവിടെയാണ് പാർട്ടിക്കിളെങ്കിൽ ഇതാണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വി ആൻഡ് ബി. അതുപോലെ ഇപ്പോൾ ഇവിടെയാണ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ, ഇങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ വരും. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് ആക്ടിങ് ടുവേർഡ്സ് എ സിംഗിൾ പോയിൻ്റ്. ഇനി വെലോസിറ്റിൻ്റെ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. എപ്പോഴും നമ്മൾ വെലോസിറ്റിൻ്റെ ഡയറക്ഷനിലാണ് പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും കൂടിയുള്ള ഡോട്ട് പ്രോഡക്റ്റ്, അതായത് വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഡോട്ട് ഡി, എഫ് ഡി കോസ് 90. ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അതായത് വർക്ക് ഡൺ ബൈ ദിസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഓൺ ദിസ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് 0.
നോ വർക്ക് ഈസ് ഡൺ എന്ന് പറഞ്ഞാൽ ദ പാർട്ടിക്കിൾ വിൽ നോട്ട് ഗെറ്റ് എനി എനർജി. The particle will not gain kinetic energy and its speed will remain constant. അത് ആ നേരത്തെ ഉണ്ടായിരുന്ന അതേ വെലോസിറ്റിയിൽ ഇറ്റ് വിൽ മൂവ്. ബട്ട് മൂവ്മെൻറ്റിൻ്റെ വ്യത്യാസം എന്താണ്? ദ ഫോഴ്സ് വിൽ ബി ആക്ടിങ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു എവറി സ്റ്റെപ്പ് ഓഫ് മോഷൻ. The force is acting at right angles to the velocity, or it is acting at right angles to every step of motion എന്ന് പറഞ്ഞാൽ the path of the particle will be a circle. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ മേക്ക് ദ പാർട്ടിക്കിൾ ടു മൂവ് അറൗണ്ട് എ സർക്കിൾ. The magnetic force on the particle is zero, but the magnetic force will make the particle to move in a circle, and the work done by magnetic force is zero because displacement and force are perpendicular to one another. So the particle will not gain any kinetic energy, its speed will remain constant. ഇനി ഇങ്ങനെ സർക്കുലാർ മോഷനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ആ സർക്കുലാർ മോഷൻ ആവശ്യമായ ഫോഴ്സാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലേ. ദാറ്റ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ the Lorentz force. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല mv²/r ഈസ് ഈക്വൽ ടു ലോറൻസ് ഫോഴ്സ് QVB sin 90 ആണ്. അപ്പോൾ QVB എന്ന് എഴുതി. ഇതിലൊരു സ്ക്വയറും ഈ വെലോസിറ്റിയും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് V/r എന്ന് പറയുന്നത് ഒമേഗയാണ്. വി നോ ദ റിലേഷൻ V ഈക്വൽ ടു R ഒമേഗ. സർക്കുലാർ മോഷനിൽ നമ്മൾ ആംഗുലർ വെലോസിറ്റിയും ലീനിയർ മോഷനിലെ ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാണ് അല്ലേ, കഴിഞ്ഞ കൊല്ലം പഠിച്ചത് V ഈക്വൽ ടു R ഒമേഗ. അപ്പോൾ അതിൽ നിന്ന് V/r പറയുന്നത് ഒമേഗയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ എമ്മിനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ QB/m. അപ്പോൾ ഒമേഗ അല്ലെങ്കിൽ V/r എന്ന് പറയുന്നത് QB/m ആണ്. ബട്ട് വി നോ ഒമേഗ ഈക്വൽ ടു 2π/T. സോ 2π/T ഈക്വൽ ടു QB/m, ഓർ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് T? ടീനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നു, ഇത് ഇവിടേക്ക് വന്നു. 2π ഇത് ഇവിടേക്ക് വരുമ്പോൾ m/QB. ഇതാണ് പീരിയഡ് ഓഫ് റെവല്യൂഷൻ. ഒരു പ്രാവശ്യം വട്ടത്തിൽ കറങ്ങാൻ എടുക്കുന്ന സമയം, പീരിയഡ് ഓഫ് റെവല്യൂഷനാണ് ഇത്. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് പീരിയഡ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു QB/2πm. സോ ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ, ഫ്രീക്വൻസി പറയുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം റിവോൾവ് ചെയ്യുന്നു, എത്ര പ്രാവശ്യം വട്ടത്തിൽ കറങ്ങുന്നു എന്നുള്ളതിൻ്റെ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഈസ് QB/2πm, and this frequency is called cyclotron frequency. ഇനി എന്താണ് സൈക്ലോട്രോൺ എന്നുള്ളത് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്. പാർട്ടിക്കിൾ ആക്സിലറേറ്ററാണ്. അപ്പോൾ ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഫോർ റെവല്യൂഷൻ ഈസ് ഗിവൺ ബൈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. V ക്യാൻസൽ ചെയ്താൽ V/r, m താഴത്തേക്ക് വന്നു. ഒമേഗ പറയുന്നത് 2π/T. T എടുത്ത് എഴുതി. ടീൻ്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി. സോ ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു QB/2πm. അതാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി.